അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് ഹബീബ് ഉസ്താദിൻ്റെ കൂടെ കോളേജിലേക്ക് പോകുമ്പോൾ ശരിക്കും അതാ ആയിഷ തുള്ളിക്കളിച്ചുകൊണ്ടാണ് പോകുന്നത്. അല്ല പെണ്ണേ, എന്ത് നിന്റെ കഥ? എന്ത് നിന്റെ പ്ലാന്? പറ, എന്താ എന്തിക്ക? പിന്നെ നീ ഒരു കാര്യം മറക്കുന്നുണ്ട് കേട്ടോ. നിന്റെ വയറ്റിനുള്ളിൽ ഒരാൾ വളരുന്നുണ്ടെന്ന കാര്യം നീ വല്ലാതെ മറന്നു പോകുന്നു. കുറച്ച് ചാടിക്കളി കൂടുന്നുണ്ടല്ലോ. എവിടേക്ക് ഇറങ്ങി ഓടുന്നത്? ഒന്ന് പതുക്കെ പോയിക്കൂടെ? ഹബീബ് ഉസ്താദിൻ്റെ ആ ഒരു ശകാരം കേട്ട് ആയിഷു പറഞ്ഞു, എൻ്റെ പൊന്നിക്ക, ഇക്ക എന്നല്ലേ പറഞ്ഞത്? അതെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുഞ്ഞിനെ സൃഷ്ടിക്കുമ്പോഴൊക്കെ വളരെയധികം സേഫ്റ്റി ആയിട്ടായിരിക്കും സൃഷ്ടിക്കുക എന്നുള്ളതൊക്കെ. എന്നിട്ടിപ്പോൾ എന്താ ഞാനൊന്ന് ചാടുന്നതിലും ഓടുന്നതിലും ഇത്ര വലിയ പ്രശ്നം? എൻ്റെ പെണ്ണെ, അള്ളാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കും, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ എന്ന് കരുതിയിട്ട് നമ്മൾ ഒരു തീരെ ഒരു കരുതലില്ലാതെ പോകുന്നത് ശരിയാണോ? അള്ളാഹു നൽകിയത് നമ്മൾ സംരക്ഷിക്കണ്ടേ? നീ കുറച്ച് പതുക്കെ ഇറങ്ങി ഓട്. എന്താ അവളുടെ ഓട്ടം? ശരിക്കും ഹബീബ് ഉസ്താദിന് ദേഷ്യമാണ് ഉണ്ടായത്. കാരണം റബ്ബേ, പ്രിയപ്പെട്ട കുഞ്ഞിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പഠിച്ചവനെ ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല. പിന്നെ ഐഷു, നല്ലോണം കരുതണം, മനസ്സിലായല്ലോ? ഇൻ്റർബെല്ലിനൊക്കെ നീ എന്തിനാണ് കൂടെ കൂടെ കോണിപ്പടികൾ ഇറങ്ങി താഴോട്ട് വരുന്നത്? ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് നിന്നെ. എൻ്റെ ഉസ്താദേ, ഞാൻ പിന്നെ ഫ്രണ്ട്സുകളൊക്കെ ഇറങ്ങുമ്പോൾ പിന്നെ അവിടെ ഉണ്ടല്ലോ ബാത്റൂം, അവിടെ പോയാൽ മതി മൂത്രമൊഴിക്കാനൊക്കെ ഉണ്ടെങ്കിൽ. അല്ലാതെ എന്തിനീ താഴോട്ട് ഇറങ്ങി വരുന്നതൊക്കെ? ഒന്നുമില്ല, ഫ്രണ്ട്സുകളൊക്കെ താഴോട്ട് ഇറങ്ങുമ്പോൾ ഞാനായിട്ട് ഇങ്ങനെ അകത്ത് മുകളിൽ തൽക്കാലം അങ്ങനെ നിന്നാൽ മതി. ഇതെൻ്റെ നിർദ്ദേശമാണ്. അതിനപ്പുറത്ത് കഴിച്ചു വരരുതിട്ടോ. ഇത് എത്ര പ്രാവശ്യം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും, ഇത് കുറച്ച് കഴിഞ്ഞിക്കണേ കുഴപ്പമില്ല. തുടക്കത്തിലൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട പെണ്ണേ. നിനക്കറിയുന്നതല്ലേ ഇതൊക്കെ? ഓരോരുത്തരും ഓരോ കുഞ്ഞിക്കാല് കാണാനായിട്ട് കഷ്ടപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്. പക്ഷെ നിനക്ക് അതിനെക്കുറിച്ചൊന്നും നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ടെൻഷൻ ആണ്ടതൊന്നും വന്നില്ല. എല്ലാം കറക്റ്റ് ടൈമിന് തന്നെയൊക്കെ റെഡിയായി. അപ്പം നമ്മൾ സംരക്ഷണം നൽകണ്ടേ? എന്താ ഐഷു നീ ഇങ്ങനെ? എന്നാൽ ഐഷുവും ഹബീബ് ഉസ്താദും സംസാരിക്കുന്നത് മുകളിലത്തെ ക്ലാസ് റൂമിൽ ഇരുന്നു കൊണ്ട് അതാ കുട്ടികൾ കാണുന്നുണ്ട്. ഓ പിന്നെ വീട്ടിൽ നിന്ന് പോരായിട്ട് ഇപ്പോൾ അത് പുറത്തുനിന്നും കോളേജിൽ നിന്ന് പോലും വെറുതെ വിടുന്നില്ലല്ലോ ഐഷുവിന് ഹബീബ് ഉസ്താദ്. ഓല് സംസാരം തീരുന്നേ ഇല്ലല്ലോ. ഓ, അല്ലെങ്കിലടി ഉസ്താദന്മാർ അങ്ങനെയൊക്കെ തന്നെയാണ്. ആ ഒരു വിവാഹം കഴിച്ചാലേ അവർക്ക് കുറച്ച് റൊമാൻറ്റിക് ഒക്കെ ആയിരിക്കും. എല്ലാവരും പോലെയല്ല. അവർ എപ്പോഴും ഭാര്യമാരെ കാണുമ്പോഴും അവരോട് നല്ല രീതിയിൽ സംസാരിച്ചിട്ടും പുഞ്ചിരിച്ചിട്ടൊക്കെ ആയിരിക്കും. അല്ലാതെ സാധാരണക്കാരെ പോലെ എല്ലാവരും അങ്ങനെയൊന്നല്ല. സാധാരണക്കാരൊക്കെ എപ്പോഴെങ്കിലൊക്കെ അവരെപ്പോഴും ഫോണിൽ കളിച്ചുകൊണ്ടും തോണ്ടിക്കൊണ്ടൊക്കെ ഇരിക്കും. എടി, അപ്പോൾ എല്ലാവർക്കും ഇപ്പം എന്താ ഉസ്താദന്മാരോട് ഇത്ര ഇഷ്ടം? ഉസ്താദന്മാരെന്താ ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം? എല്ലാവരും അതിലൊക്കെ ഒരുപാട് കഥകളുണ്ട് മോളെ. ഇപ്പം കണ്ടില്ലേ, ഐഷും ഹബീബ് ഉസ്താദും കണ്ടില്ലേ, വീട്ടിൽ അതുവരെ ഒരുമിച്ചായിരിക്കും. കോളേജിൽ ക്യാമ്പസിൽ എത്തിയിട്ട് പോലും ഓല് വേർപ്പെടുന്നില്ല. അവരാ മരത്തിൻ്റെ ചോട്ടിൽ എന്തൊക്കെയോ സംസാരിക്കുകയാണ്. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല മോളെ. വേണമെങ്കിലേ നിനക്ക് ഒന്നിനോട് കെട്ടിക്കോ ഒരു ഉസ്താദിനെ. ഇൻഷാ അല്ലാ. എന്തായാലും നമ്മുടെ ഹാദിയുടെ കാര്യം തീരുമാനമല്ലോ ആനായല്ലോ ഏകദേശം. പാവം, ഓള് വീൽ ചെയറിലാണ് എന്ന് മാത്രം. എന്നാലും ആഷി ഉസ്താദിനെ കിട്ടാൻ ഒരുപാട് ആളുകൾ കൊതിച്ചതല്ലേ. എന്തൊക്കെ ആഷി ഉസ്താദ് എന്തൊരു സുന്ദരനല്ലടി. ഹബീബ് ഉസ്താദ് ആഷി ഉസ്താദ് നീയോ ഞാനൊന്ന് കരുതി നിൽക്കുകയാണ്. പിന്നെ എൻ്റെ വിവാഹാലോചന നടക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എനിക്കിപ്പോൾ എന്തായാലും ഐഷുവിനോടൊന്ന് ചോദിച്ച് നോക്കട്ടെ, ഉസ്താദിനെ കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ, അതോ നല്ല എന്താ പറയുക കരി പിടിച്ച ജീവിതം അല്ലെങ്കിൽ ഇരുട്ടിലായ ജീവിതം പോലെയാണോ എന്നൊക്കെ ചോദിച്ച് നോക്കട്ടെ. എന്തൊക്കെ തന്നെയാലും കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഐഷു കയറി വരുന്നു. ഐഷു കയറി വരുമ്പോൾ തന്നെ അവരെല്ലാവരും അവളെ കാത്തിരിക്കുന്നതിനായി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. അല്ല ഐഷു, ഞങ്ങൾ അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. അല്ല, നിങ്ങൾ ഇത്രയും സമയം വീട്ടിൽ നിന്ന് സംസാരിച്ച് വരികയാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങളെ സംസാരം തീർന്നില്ല. നിങ്ങൾ എത്ര സമയം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? സത്യം പറഞ്ഞാൽ അസൂയ തോന്നാണ് കേട്ടോ എനിക്ക്. അതല്ല, ഉസ്താദ് പറഞ്ഞു എപ്പോഴും ഇങ്ങനെ താഴോട്ട് ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും. അതെന്താടി? ഇറങ്ങി കയറി വെച്ചിട്ട് എന്തേലും വല്ല പ്രശ്നമുണ്ടോ? എന്നാൽ ഐഷു ഒരു നിമിഷം, പഠിച്ചോനെ, ഇവരോടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അത് പറഞ്ഞ ഒരു പക്ഷേ ഇനി ഉസ്താദിൻ്റെ അടുത്തേക്ക് ചെന്ന് അവർ കളിയാക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് തൽക്കാലം മിണ്ടാതിരിക്കാം അവൾ വിചാരിക്കുന്നു. അല്ലടി, പറ പെണ്ണേ. എന്നാൽ
ഐഷു പെട്ടെന്ന് വിഷയം മാറ്റുകയായിരുന്നു. ആ അതൊക്കെയുണ്ട്, എന്നാലും പറ പെണ്ണെ, സത്യമായിട്ട് എന്തോ സർപ്രൈസ് വന്നിട്ടുണ്ടല്ലോ. ആ സർപ്രൈസ് അല്ലെങ്കിലും ഉണ്ട്, എൻ്റെ ആശു ഉസ്താദ് വരുന്നുണ്ട്. ശരിക്കും അവരെല്ലാവരും ഞെട്ടി. സത്യം പറയടി, ആശു ഉസ്താദ് വരുന്നുണ്ടോ? വരുന്നുണ്ട്. എന്തായാലും 2 ദിവസത്തിനുള്ളിലൊക്കെ എത്തുമായിരിക്കും. ആണോ? മാഷാ അല്ലാ. എടി പെണ്ണെ, ആ ഹാദിയ അവളെ തന്നെയാണോ എൻ്റെ ഇക്കൊക്കെ കെട്ടുന്നത്? പിന്നെ ഹാദിയക്കെടി കാലുകൾ കുഴഞ്ഞ കുട്ടിയല്ലേ, അവൾക്ക് നടക്കാനൊന്നും കഴിയില്ലല്ലോ. അവളെയാണോ എൻ്റെ ഇക്കൊക്കെ കെട്ടുന്നത്? എന്താ പെണ്ണെ, ഇത്രയും ക്ലാസ്സിൽ ഇത്ര സുന്ദരിമണികൾ തിങ്ങി നിറഞ്ഞു നിന്നിട്ടും കാലുകൊണ്ട് സുഖമില്ലാത്ത അവളെ മാത്രമാണോ സ്വീകരിക്കാൻ പോണത്? അത്ഭുതം തന്നെ കേട്ടോ. എന്നാൽ ആശു ഉസ്താദിനെ കുറിച്ച് അങ്ങനെയെല്ലാം പറഞ്ഞപ്പോൾ ഐഷുവിന് സങ്കടം വന്നു. ഐഷു പറഞ്ഞു, അതിനെന്താടി, സ്നേഹം മനസ്സിലല്ലേ. അദ്ദേഹം ആദ്യം ഒന്നും ഒരു കുഴപ്പമില്ലാത്ത ആളായിരുന്നല്ലോ, പിന്നീടല്ലേ ഹാദ്യക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചത്. സാരല്ല. കൂട്ടുകാരികൾ അവളെ കളിയാക്കി തുടങ്ങി. എന്നാലും ആശു ഉസ്താദിന് ഓളെ വിടൂലെന്നല്ലേ. എന്താ, ഞങ്ങളൊക്കെ ഇവിടെ ഒഴിഞ്ഞിരിക്കുന്നുണ്ടേ. പിന്നെ അല്ല ഐഷു, ഞങ്ങൾ നിന്നോട് ചോദിക്കട്ടെ വിചാരിച്ച് നിൽക്കണേ, ഉസ്താദിനെ വിവാഹം കഴിച്ചിട്ട് നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ശരിക്കും ഐഷ അത് കേട്ട് ഞെട്ടി. അസ്തഗ്ഫിറുല്ലാ, എന്താ പെണ്ണ് നീ ഒന്നും പറയാത്തത്? ആ ചെറുതായിട്ടൊക്കെ ഉണ്ടാവൂലേ ബുദ്ധിമുട്ടൊക്കെ. എപ്പോഴും നിസ്കാരം ദുആയും പ്രാർത്ഥനയൊക്കെ ആയിക്കഴിഞ്ഞാലേ ഭാര്യമാരോട് സഹവസിച്ചിരിക്കാൻ അവർക്ക് എവിടെ സമയം അല്ലേ? എന്നാൽ ഐഷ പെട്ടെന്ന് തന്നെ അതിന് മറുപടി പറഞ്ഞു. ആര് പറഞ്ഞു? ഞാനും എൻ്റെ ഇക്കയും ബെഡ്റൂമിൽ നിന്ന് ഫോൺ തന്നെ എടുക്കാറില്ല. എന്ന് വെച്ചാൽ രണ്ടുപേരും സംസാരിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഫോണിനെ കുറിച്ച് ചിന്തിക്കില്ല. ഞങ്ങൾ പരസ്പരം എല്ലാം അറിഞ്ഞും കണ്ടും കേട്ടും അങ്ങോട്ട് പരസ്പരം സമ്മാനിക്കും. അത് നിങ്ങളോടൊന്നും പറഞ്ഞാൽ അത് പറയുന്ന മോശമല്ലേ, കല്യാണം കഴിക്കാത്ത പെൺകുട്ടികളല്ലേ. എന്നാൽ തൊട്ടപ്പുറത്തുള്ള പെണ്ണ് പറഞ്ഞു, അതെ കല്യാണം കഴിച്ച ആളുകളെക്കാൾ എല്ലാ വിവരം ഇവർക്കുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ ഒരു കാര്യം പഠിച്ചോനെ. എന്നാൽ ഈ സമയം തൊട്ട് കൂട്ടുകാരി ഐഷുവിനോട് പറഞ്ഞു, അല്ലടി സത്യമായിട്ടും നിനക്ക് ഹബീബ് ഉസ്താദിൻ്റെ കൂടെ ജീവിക്കുന്നതിൽ എന്തെങ്കിലും പ്രയാസമോ ബുദ്ധിമുട്ടോ ഉണ്ടോ? ഇല്ല പെണ്ണെ, എന്ത് പ്രയാസം. നമ്മളെ കൂടുതൽ അവർ കെയർ ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്. എല്ലാ കാര്യത്തിലും അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. സത്യമായിട്ടും എനിക്ക് എൻ്റെ അനുഭവം പറയാലോ, അത് എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ. ഒരു കാര്യം എന്നല്ല, എല്ലാത്തിലും ഭയങ്കര എന്താ പറയുക, പഠിച്ചവൻ്റെ ദീന് പഠിച്ചവർക്ക് അല്ലെങ്കിൽ കൂടുതൽ ഇസ്ലാമിനെ കുറിച്ച് അറിഞ്ഞവരാകുമ്പോഴേ അതിൻ്റേതായ രീതിയിൽ തന്നെയല്ലേ അവർ ഭാര്യമാരോട് നിൽക്കുകയുള്ളൂ. അതെ എന്ന് വിചാരിച്ച് നിങ്ങൾ ഉസ്താദിനെ കല്യാണം കഴിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അൽഹംദുലില്ലാ ഏറ്റവും നല്ല ഉസ്താദുമാർ തന്നെയാണ്. പക്ഷേ മദ്രസും കോളേജൊക്കെ ആയി വരുമ്പോഴേ സാലറി കുറച്ച് കുറവായിരിക്കും. ഗവൺമെൻറ് ജോലിക്കാരെ പോലെ ഒന്നും കിട്ടില്ല. എങ്കിലും അൽഹംദുലില്ലാ നല്ലൊരു ക്ലാസ്സും ഒരു പ്രസംഗമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ ക്യാഷായി. അങ്ങനെ പല രീതിയിലും പല സ്മാർട്ട്നെസ്സിലും നമുക്ക് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. പിന്നെയെന്ന് വെച്ചാൽ ഈ ലോകവും പരലോകവും നമുക്ക് കിട്ടുട്ടോ. അങ്ങനെയുണ്ട്. ഭൗതിക പഠനമാകുമ്പോൾ ഇവിടെ മാത്രം അത് പോകുമ്പോൾ കൊണ്ടുപോകുന്നില്ല. പക്ഷേ പരലോകത്തേക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഭൗതികമായിട്ട് മാത്രം പോരാ, അത് ആഖിറത്തിലേക്കുള്ളതും നമ്മൾ നോക്കണം. അങ്ങനെയുണ്ട്. ഉസ്താദായി കഴിഞ്ഞാൽ ആഖിറവും ദുനിയാവും നമുക്ക് നല്ലതായി കിട്ടും എന്നതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് കേട്ടോ. ഇനി നിങ്ങളുടെയൊക്കെ അഭിപ്രായം ഏതാ അള്ളാഹു ആലം. പിന്നെ എന്തൊക്കെ തന്നെയായാലും നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ തിരഞ്ഞെടുക്കുക. എന്നാലും ദീനുള്ള ആളുകളെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാലേ അത് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ജീവിതത്തെ മനോഹരമാക്കും. ശരിക്കും ഐഷുവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അവർക്കെല്ലാം ആകെപ്പാട് കൺഫ്യൂഷനായി. പഠിച്ചോനെ ഫ്രീക്കന്മാർ വേണോ അതോ ഉസ്താദുമാർ വേണോ എന്നുള്ളതിൽ. അല്ല, സത്യമായിട്ടോ ആഷി നിൻ്റെ ഹാദിയെ കല്യാണം കഴിക്കുന്നുണ്ടോ? ആ വീൽ ചെയറിലിരിക്കുന്ന അവളെ കല്യാണം കഴിക്കുന്നത് നേരാണോ? അത് നേരാണ്. അതിനു വേണ്ടി എൻ്റെ ആശി വരുന്നുണ്ട്. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ എത്തുന്നൊക്കെ പറയുന്നത്. അതിനു വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും. എന്നാൽ ഐഷുവിൻ്റെ ആ സന്തോഷം കണ്ടപ്പോൾ അവർക്ക് തന്നെ അസൂയ തോന്നിപ്പോയി. ഈ പെണ്ണ് ഇത്ര ഹാപ്പിയാണല്ലേ, പഠിക്കുന്ന കാലത്ത് കല്യാണം കഴിഞ്ഞു, സ്നേഹനിധിയായ ഒരു ഭർത്താവിനെയും കിട്ടി, ഇപ്പതാ ആങ്ങളെ വരാൻ വേണ്ടി പോകുന്നു, അതും ഒരു ഉസ്താദായിട്ട് തന്നെ അവൻ്റെ കല്യാണം നടക്കും. അതെ അങ്ങനെ ആയിരിക്കും അല്ലേ? ഐഷു പറഞ്ഞു. അതേടി, അത് നല്ലൊരു വഴിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതായിരുന്നു. എനിക്ക് അൽഹംദുലില്ലാ അള്ളാഹു നൽകി. പഠിച്ചോനെ മരണം വരെ നിലനിർത്തണേ അല്ലാ.
അന്ന് ക്ലാസ്സിലേക്ക് ഹബീബ് ഉസ്താദ് കയറി വന്നപ്പോൾ എല്ലാവരുടെയും മുഖത്ത് ഒരു പുഞ്ചിരി. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. എന്താ എല്ലാവരും തന്നെ ഇങ്ങനെ അത്രമാത്രം സൂക്ഷിച്ച് നോക്കുന്നത്? എന്നെ കാണാത്ത പോലെ. ഉസ്താദേ, ചില സർപ്രൈസുകളൊക്കെ ഉണ്ടാവുമ്പോഴേ ആ അതൊക്കെ ഞങ്ങൾ അറിയിക്കാഞ്ഞാലേ ഞങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ മുന്നിട്ടിറങ്ങി വരും. എന്താ മക്കൾ നിങ്ങളീ പറയുന്നത്? ഹബീബ് ഉസ്താദിൻ്റെ അടുത്തേക്ക് എല്ലാവരുമായിട്ട് അത് പോകുന്നു. ഐഷുവിന് ഇത് കണ്ടപ്പോൾ വല്ലാത്തൊരിത്. പഠിച്ചവനെ എല്ലാം കൊളാക്കൂ എന്നുള്ള രീതിയിൽ. അല്ലുസ്താദേ, കല്യാണം കഴിഞ്ഞിട്ട് എത്ര ദിവസമായിട്ടും സർപ്രൈസ് ഒന്നും കണ്ടില്ല. എന്തപ്പോൾ ഇത് കഥ? ശരിക്കും ആ കുട്ടികളുടെ ചോദ്യം കേട്ട് ഹബീബ് ഉസ്താദ് ഞെട്ടിപ്പോയി. റബ്ബേ, എന്താ ഈ മക്കള് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? മക്കളെ പോയിക്കേ, എല്ലാവരും അവിടെ പോയിരുന്നേ. എന്ത് ക്ലാസ് റൂം അത് കാലിച്ചെന്തയോ? ഉസ്താദേ, എന്നാലും അറിയാൻ ആഗ്രഹം കൊണ്ടാണേ. എന്താ എന്ത് പറ്റി എന്നുള്ളത് കൊണ്ട്. അതൊക്കെ നിങ്ങൾ തൽക്കാലം നിങ്ങൾ പുസ്തകം എടുത്താണ് നിങ്ങൾ കൊത്തി കൊത്തി മുറത്ത് കയറി കൊത്തുന്ന അതുപോലെയാണല്ലോ. എന്താ ഇത് കഥ? ഇത് ക്ലാസ് റൂമാണ്. നിങ്ങളുടെ ഇഷ്ടത്തിന് കാലിച്ചന്തി ആക്കരുത്. ഇത് എടുക്കേ, പുസ്തകം എടുത്ത് ഞാൻ ഇന്നലെ ചോദിച്ച ഭാഗത്തിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഉസ്താദെ പ്ലീസ് എന്ന് ചോദിക്കല്ലേ. ഞാനൊന്നും ശരിക്കും പഠിച്ചിട്ട് പോലുമില്ല. നിങ്ങൾക്ക് എന്താ പിന്നെ പണി? ആദ്യം ഉസ്താദേ, അത് ഉസ്താദിൻ്റെ വിശേഷങ്ങൾ തിരക്കിലാണ് അവരൊക്കെ. അതായത് ഉസ്താദ് ഉപ്പയാകാനായോ അതോ അങ്ങനെ പലതും. സൈലന്റ് പ്ലീസ്. എല്ലാവരും അത് കേട്ട് ചിരിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞു, അതെ, നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത് എന്തിനാണ്? അതെ, പഠിക്കുവാൻ വേണ്ടിയിട്ട്, അല്ലാതെ മറ്റു കാര്യങ്ങൾ അന്വേഷിക്കാനും നോക്കാനും അല്ല നിങ്ങൾ വരുന്നത്. മനസ്സിലായല്ലോ? എക്സാമാണ് സമയം. എന്നിട്ട് ഈ സമയത്ത് ഞാൻ ക്ലാസ് തരുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ച് നല്ല രീതിയിൽ എത്തട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. പഠിക്കുന്ന കാലത്ത് പഠനത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ഓക്കെ? ഇനി അതല്ല, പഠിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് കോഴ്സ് കംപ്ലീറ്റ് ആകണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് നിർത്തിപ്പോകാം. പക്ഷെ നിങ്ങൾക്കായിരിക്കും നഷ്ടം. മനസ്സിലായല്ലോ? ഇനിയിപ്പോൾ നിക്കാഹ് കഴിഞ്ഞ് പോവുകയാണോ, കല്യാണം കഴിഞ്ഞ് പോവുകയാണോ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, കോഴ്സ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സ്പെഷ്യൽ സമ്മാനമുണ്ട്. അതെ, അത് നിങ്ങൾ ഇനിയിപ്പോൾ എന്തൊക്കെ തന്നെയായാലും പാതി വഴിയിൽ വെച്ച് പഠനം നിർത്താൻ പാടില്ല. ഇപ്പോൾ കണ്ടില്ല ഹാദിയ, അവൾക്ക് പാതി വഴിയിൽ പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു. എത്രയെന്ന് കരുതും ഓൺലൈനായിട്ടും നമ്മൾ കൊടുക്കുകയെന്ന് വെച്ചാൽ അതിനൊരു ലിമിറ്റ് ഉണ്ട്. പക്ഷെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് എന്തും പറയാം. ഓൺലൈനായിട്ട് ആകുമ്പോൾ ആ ഒരു ഓൺലൈൻ അത് ഇത്ര കിട്ടൂല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓഫാക്കാം. പക്ഷേ ഇതിപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് ഓഫാക്കാൻ കഴിയുന്നില്ലല്ലോ. അതാണ് പറഞ്ഞത്. എന്തൊക്കെ തന്നെയായാലും നിങ്ങൾ പഠിക്കുന്ന കാലത്ത് നല്ലോണം പഠിക്കുക. പിന്നെ അതിനിടയിൽ ഉഴപ്പാനും നിൽക്കരുത്. നിക്കാഹ് കഴിഞ്ഞോട്ടെ കല്യാണം കഴിഞ്ഞോട്ടെ നോ പ്രോബ്ലം. പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യണം. മനസ്സിലായല്ലോ? ശരിക്കും പലർക്കും ഐഷുവിൻ്റെ കാര്യത്തിൽ അസൂയ തോന്നി. എന്തായാലും നല്ല സുന്ദരനായൊരു ഭർത്താവിനെയും കിട്ടി, പിന്നെ അവൾക്ക് പഠിക്കുകയും ചെയ്യാം. അവളുടെയൊക്കെ ഒരു ഭാഗ്യം. ഞങ്ങൾക്കൊന്നും അങ്ങനെയുള്ളല്ലേ. എല്ലാവരോടും അതാ ഉസ്താദ് പറയുന്നു, ക്ലാസ് എടുക്കുമ്പോൾ അതിൻ്റേതായ രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാതെ പക്ഷം നിങ്ങൾക്ക് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോകണമെങ്കിൽ പോകാം. എന്നാൽ പിന്നെ എനിക്ക് നിങ്ങളുടെ കാര്യം നോക്കേണ്ട. നിങ്ങൾ മറ്റു പല ചിന്തകളിലുമാണ്. നിങ്ങളുടെ ചിന്തകളെല്ലാം ഒന്ന് ഒഴിവാക്കുക. എന്നിട്ട് ക്ലാസ്സിൻ്റെ ഭാഗത്തേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ശബ്ദമിട്ട് സംസാരിച്ചിട്ട് കാര്യമുള്ളൂ. അല്ലാതെ നിങ്ങൾ വെറുതെ ഇവിടെ എന്നിരുന്നിട്ട് ഒരു കാര്യമില്ല. പിന്നെ കല്യാണം കളിയാട്ടം നിൽക്കുക എന്നുള്ള ചിന്തയിലേക്ക് വരികയാണെങ്കിലേ സത്യം പറഞ്ഞ മക്കളോട് എനിക്ക് പറയാനുള്ളത്, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമായിരിക്കും. എന്ന് വെച്ചാൽ അതിനെക്കുറിച്ചുള്ള ചിന്തയും കാര്യങ്ങളുമായിട്ട് നടക്കാൻ പാടില്ല എന്ന് മനസ്സിലായ? ക്ലാസ് റൂമിൽ പുറത്തിറങ്ങിയിട്ട് നിങ്ങൾ കളിക്കുകയോ ചിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോളി. അതുപോലെ ഫോൺ ഒരിക്കൽ പോലും ഈ കമ്പൗണ്ടിലേക്ക് നിങ്ങൾ പ്രവേശിപ്പിക്കാനും പാടില്ല. ഒക്കെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ച ഭർത്താവിനോട് വിളിക്കാം, സംസാരിക്കാം, ഒന്നും നോ പ്രോബ്ലം. പക്ഷേ അതൊന്നും ഇവിടെ പറ്റില്ല. കാരണം വിവാഹം കഴിയാത്ത എത്രയോ കുട്ടികളും ഇവിടെ ഉണ്ടാവും. അവർക്കത് കാണുമ്പോൾ ഒരു വിഷമം തോന്നും. അതുകൊണ്ട് തന്നെ എന്നാൽ അവരെല്ലാവരും വിചാരിച്ചു, അങ്ങനെയാണെങ്കിൽ ഹബീബ് ഉസ്താദ് മരത്തിൻ്റെ ചോട്ടിൽ നിന്ന് ഐഷുവിനോട് കുറേ സംസാരിച്ചതോ വളരെ റൊമാൻറ്റിക് ആയിട്ട് പലർക്കും അത് പറയണമെന്ന് തോന്നിപ്പോയി. എന്നാൽ ഹബീബ് ഉസ്താദ് തന്നെ ഇങ്ങോട്ട് പറഞ്ഞു, ഇപ്പം നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലൊരു ചിന്തയുണ്ടാവും, ഞാനും എൻ്റെ ഭാര്യയും കൂടി അവിടെ റൊമാൻറ്റിക്കായിട്ട് അവിടെ ഞങ്ങൾ ഒരുപാട് സമയം സംസാരിച്ചിരുന്നല്ലോ എന്നുള്ളത്, ഇല്ലേ? എന്നാൽ കുട്ടികൾ ഒരേ ശബ്ദത്തിൽ അതേ എന്ന് പറഞ്ഞു.
അതൊരിക്കലും റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യമല്ല. അവൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതാണ്. അതായത് അവളുടെ ആരോഗ്യത്തിനെ കുറിച്ച്, അല്ലാതെ മറ്റൊന്നും അതിലില്ല. ശരിക്കും അവർക്ക് നിരാശ തോന്നി. ഉസ്താദിന് പിന്നെ എന്തും ആവാം, നമുക്ക് ഒന്നും പറ്റില്ല എന്നുള്ള രീതിയിലാണ് പലരുടെയും ചിന്തകൾ. എന്നാൽ അതാ അന്ന് കോളേജ് വിട്ടു പോയി. എല്ലാവരും ആഷി ഉസ്താദിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ എത്തും എന്നുള്ള രീതിയിലാണ്. പിന്നെ അത് ഉമ്മയോട് സർപ്രൈസ് ആക്കി ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല, ഡേറ്റും സമയം എന്നൊക്കെയാണ് അവൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആ ഒരു സുന്ദര നിമിഷങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. എപ്പോഴായിരിക്കും നമ്മുടെ കുട്ടി വരിക എന്നുള്ള രീതിയിൽ. എന്നാൽ ആ വീട്ടുകാർക്ക് വല്ലാത്ത സന്തോഷം. കാര്യം മറ്റൊന്നുമല്ല, അതെ, നിക്കാഹിന് വേണ്ടിയിട്ടാണ് ആഷി ഉസ്താദ് വരുന്നുള്ളത് എന്നുള്ള കാര്യം. എന്നാലും ഹാദ്യ നമ്മുടെ വീട്ടിലേക്ക് വരിക എന്ന് പറയുമ്പോഴും ഐഷുവിന് വല്ലാത്ത സന്തോഷമാണ്. കാരണം ഹാദ്യ എന്ന് വെച്ചാൽ കോടീശ്വരിയായ പെണ്ണാണ്. അങ്ങനെയുള്ള പെണ്ണിനെ നമ്മളെ വീട്ടിലേക്കൊക്കെ കല്യാണം കഴിച്ചു കൊണ്ടുവരിക എന്നൊക്കെ വെച്ചാൽ അത് വല്ലാത്തൊരു ത്യാഗം സഹിക്കുന്ന പോലെയാണല്ലോ. എന്തൊക്കെ തന്നെയായാലും പടച്ച റബ്ബ് ഹൈർ ചെയ്യട്ടെ. തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ഹാദിയെ അവൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. അവൾ ഉമ്മയെ വിളിച്ചു. എന്താ മോളെ, നമുക്ക് ഹാദിയെ ഒന്ന് കാണാൻ പോയാലോ? പൊന്നു മോളെ, ഇനി ഇപ്പോൾ ഡ്രസ്സ് കൊണ്ടുപോയി പോകാം, മഹർ കൊണ്ടുപോയി കൊടുക്കാനും ഒക്കെ പോകണമല്ലോ, ഇനി പോക്കുന്നില്ലേ മോളെ? എന്നാലും എനിക്ക് അതിനെന്താ പൊന്നു മോളെ, പോകാലോ, എന്തായാലും ആശി ഇങ്ങ് എത്തട്ടെ കേട്ടോ. എല്ലാം പെട്ടെന്ന് റാഹത്തായി നടന്നാൽ മതിയായിരുന്നു. അവരെല്ലാവരും ആഷി ഉസ്താദിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ആഷി വരുമെന്നുള്ള ആഗ്രഹത്തിൽ ആ കുടുംബം മൊത്തം കാത്തിരിക്കുകയാണ്. എന്നാൽ പാവം സഫീർ, അവൻ സ്വീകരിക്കുവാനോ കാത്തിരിക്കുവാനോ ആരുമില്ല. അവൻ തനിച്ചാണ്. പഠിച്ചവനെ, അവൻ മനസ്സിൽ വിചാരിക്കുകയാണ്, അള്ളാഹുവേ, എല്ലാവർക്കും കൂട്ടുകുടുംബങ്ങളെല്ലാം ഉണ്ട്, പക്ഷേ എനിക്ക് സഫീറിൻ്റെ മനസ്സിൻ്റെ ഉള്ളിലെ വേദന അത് തീരുമോ? അവൻ്റെ വീട്ടുകാർ സ്നേഹത്തോടെ സ്വീകരിക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. എന്നാൽ ഈ സമയം അത് ആഷി ഉസ്താദ് ടിക്കറ്റ് എടുക്കുവാൻ വേണ്ടി പോകുകയാണ്. സഫീർ പറഞ്ഞു, ആഷി നീ എടുത്തോ, ഇൻഷാ അല്ലാഹ് ഞാൻ ഈജിപ്തിലേക്ക് തിരിച്ചു പോയിക്കോളാം. എന്നാൽ അതാ മനമില്ലാ മനസ്സോടുകൂടെ ടിക്കറ്റ് എടുക്കുവാൻ വേണ്ടി ആഷി ഉസ്താദ് പുറപ്പെടുകയാണ്. പക്ഷെ സഫീറിനെ വിട്ടു പോകാൻ അവന് മനസ്സില്ലായിരുന്നു. പക്ഷെ എന്ത് ചെയ്യും, അവന് നാട്ടിലേക്ക് വരുന്നില്ല. അവൻ്റെ ഉറ്റവരും ഉടയവരും അവനോട് നല്ല രീതിയിൽ പെരുമാറുന്നില്ല. അതുകൊണ്ട് തന്നെ അവന് വരാൻ താല്പര്യമില്ല. എന്നാൽ ഈ സമയം അതാ അപ്പോഴും സഫീറിനെ കുറിച്ചുള്ള ചിന്ത മാത്രമായിരുന്നു ആഷി ഉസ്താദിനെ. അവൻ ടിക്കറ്റ് എടുക്കുവാൻ വേണ്ടി പോകുന്നു, പക്ഷേ മനസ്സ് വല്ലാതെ വേദനിക്കുന്നു. സഫീറെ, എങ്ങനെയാടാ ഞാൻ നിന്നെ ഉപേക്ഷിച്ച് പോവാ? എനിക്ക് കഴിയില്ലടാ. ആഷി, അങ്ങനെ പറയരുത്. ആഷിക്ക് വേണ്ടി ഒരു പെണ്ണ് കാത്തിരിക്കുന്നുണ്ട്, നിക്കാഹിന് വേണ്ടി ഒരു വലിയ കുടുംബം കാത്തിരിക്കുന്നുണ്ട്. ആഷി സന്തോഷത്തോടെ കൂടി പോകണം, പ്രാർത്ഥനയുണ്ടാവും എൻ്റെ കൂടെ. സഫീർ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.